ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സദ്യക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പിങ്ക് കളറിലെ ബീറ്റ്റൂട്ട് പച്ചടിയായിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ബീറ്റ്റൂട്ട് പച്ചടി കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണസദ്യക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ രീതിയാണ്. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ച് കുക്കറിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിരുന്നു. പിന്നെ നമുക്കിതിലേക്കൊരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ടും ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഞാനിതൊന്ന് ഇതാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊരു ഞാനൊരു ചട്ടിയിലേക്കാണ്, ഒരു മൺകലത്തിലേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റൗ ഓണാക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ ഒന്ന് ചെറിയൊരു ചൂട് ആയി വരുന്നത് വരെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ നല്ല ബീറ്റ്റൂട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ തന്നെയാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു കളറിൽ കിട്ടുക. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റ് കളർ കിട്ടില്ല. കുറച്ചൊന്ന് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമ്മളത് റെഡിയാക്കി ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് കളറിൽ കിട്ടുക. പിന്നെ ക്യാമറയിൽ എടുക്കുമ്പോൾ അതിൻ്റേതായ ചെറിയൊരു കളർ വ്യത്യാസം തോന്നിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെത് കുറച്ചങ്ങനെ തിളച്ച് പോയി. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കാച്ചിയെടുക്കണം. അതായത് കടുകും വേപ്പിലയൊക്കെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുകും പിന്നെ നമുക്ക് ഉണക്കമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ആദ്യം കണ്ടത്. തണുത്തതിന് ശേഷം നമുക്കത് ആ ഒരു കറക്റ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് നല്ല ചൂടിലിരിക്കണം. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പിങ്ക് കളറിൽ തന്നെ നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി കിട്ടും. അപ്പോൾ സദ്യക്കൊക്കെ വളരെ നല്ലൊരു കളർഫുള്ള് ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.